കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. വളരെ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാൻ. ഈ അവസരത്തിൽ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടൊപ്പം ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് ഉപാധികളോടെയാണ് ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം, ആഗ്രഹം. അതിനു വേണ്ട നടപടികൾ ബന്ധപ്പെട്ട എല്ലാവരും സർക്കാരുകളും ചെയ്യണം. എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകം വ്യക്തമാണ്. ഒന്ന്, മേജറായ 3 യുവതികളാണ്. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ അനുവാദത്തോടെ ജോലിക്ക് വേണ്ടി പോയതാണ്. പക്ഷെ അവരുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടത് അവർ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത് നടത്തി, അവർ മതപരിവർത്തനം നടത്തി. ഇത് രണ്ടും തെറ്റായതുകൊണ്ട് തന്നെയാണ് ഈ കേസ് എത്രയും വേഗം ക്വാഷ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിനുവേണ്ടി സഹായിച്ചവരെ എല്ലാം ഞാൻ ഓർക്കുന്നു. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ആരുടെയും പേര് പറയുന്നില്ല, എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, അല്ലെങ്കിൽ സർക്കാരിനോടും ബന്ധപ്പെട്ട എല്ലാവരോടും പറയാനുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനകളൊന്നായ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം നൽകപ്പെട്ടിട്ടുള്ള മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും അത് ധ്വംസിക്കപ്പെടരുത്. അത് സംരക്ഷിക്കപ്പെടാൻ തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ എടുക്കണം. ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ മതസ്വാതന്ത്ര്യത്തിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളൊക്കെ ലംഘനമായിട്ട് തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ സംസ്ഥാനങ്ങൾ വിവിധ രീതികളിൽ വിവേചനങ്ങളും ആക്രമണങ്ങളും ക്രൈസ്തവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്രൈസ്തവർക്കറിയാം 2000 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. ഈ അടുത്ത് ഇത് വിദേശ മതമാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അടക്കം കുറ്റപ്പെടുത്തിയത്. മാത്രമല്ല, ക്രൈസ്തവർ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നില്ല എന്ന് പ്രൈം മിനിസ്റ്ററോടും ഹോം മിനിസ്റ്ററോടും ബന്ധപ്പെട്ട എല്ലാവരോടും പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഫ്രിഞ്ച് ഗ്രൂപ്പ്സ്, അവർക്കെതിരെ അവരെ നിയന്ത്രിക്കണം. അവർ നടത്തുന്ന ആക്രമണങ്ങളെ നിയന്ത്രിക്കണം. ക്രൈസ്തവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ആൾക്കൂട്ട വിചാരണകൾ ധാരാളം നടക്കുന്നു. തീവ്രവാദ ഗ്രൂപ്പുകൾ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ ഏതൊരു വ്യക്തിക്കും ഏതൊരു മതത്തിലും ജാതിയിലും പെട്ടവർക്കും സ്വാതന്ത്ര്യത്തോടെ പൗരന്മാരെന്ന നിലയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വേഷങ്ങളും ധരിച്ചുകൊണ്ട് തന്നെ, മതചിഹ്നങ്ങളടക്കം ധരിച്ചുകൊണ്ട് തന്നെ നടക്കാൻ, അവർക്കെതിരെ കേസുകൾ ചുമത്തപ്പെടാതിരിക്കാൻ, നിരപരാധികൾ ജയിലിൽ അടയ്ക്കപ്പെടാതിരിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരോടും ഇനി ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിന് എതിരെ നടന്ന കേസ് അത് ഒരു പ്രതീകമാണ്. എങ്ങനെ തെറ്റായ കേസുകൾ ഉണ്ടാകാം എന്നതിൻ്റെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് ഈ സിസ്റ്റേഴ്സിനെ എത്രയും വേഗം മോചിപ്പിച്ചതിൽ, ജാമ്യം കിട്ടിയതിൽ, ഇപ്പോഴേക്ക് ജാമ്യം കിട്ടി 5-8 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. തെറ്റായ കേസിൻ്റെ പേരിൽ ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട്. അതിനെ സഹായിച്ച എല്ലാവർക്കും, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല, എല്ലാവർക്കും സർക്കാരിനും നന്ദി പറയുന്നു. ഇനി പ്രകാരം ഉള്ള കേസുകൾ വരാതിരിക്കാൻ, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടാൻ, വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ ഞാൻ ഭാരതത്തിലെ ബന്ധപ്പെട്ട എല്ലാവരോടും പറയുകയാണ്. ഭാരതം ഒന്നാണ്, നമ്മളൊക്കെ ഭാരതീയരാണ്. എല്ലാ മതങ്ങളും സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, തീവ്രവാദ ഗ്രൂപ്പുകൾ ഇല്ലാതാകാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ ഉത്തരേന്ത്യയിൽ കന്യാസ്ത്രീയുടെ വേഷം ധരിച്ചു പോകുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ സംഭവത്തിലായാലും കന്യാസ്ത്രീകളുടെ വേഷം കണ്ടതുകൊണ്ടാണല്ലോ. സാധാരണ ഒരു 3 പേര് ജോലിക്ക് പോകണമെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ല. അപ്പോൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടതല്ലേ? ബിഷപ്പ് ആൻഡ്രൂസ് താഴത്താണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വളരെ ക്ലാരിറ്റിയുള്ള പ്രതികരണം, ഭരണഘടന ഉയർത്തി മൗലിക അവകാശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ്. മാത്രമല്ല,
കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ മാത്രം നിൽക്കുന്നില്ല ആൻഡ്രൂസ് താഴത്ത് എന്നുള്ളതാണ്. ആൾക്കൂട്ട വിചാരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയിൽ ഏത് തരത്തിലാണ് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്നത് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് എപ്പോഴാണ് പറയുന്നത്? ഛത്തീസ്ഗഡ് വിഷയത്തിൽ, ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ മുഖം രക്ഷിക്കാനും സഭയെ അന്വയിപ്പിക്കാനുമുള്ള BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇന്നലത്തെ ശ്രമത്തെ പാടെ തള്ളി ഇന്നലെ പ്രതികരണം നടത്തി. ഈ ഭരണഘടന തന്നെ ഉയർത്തി പ്രതികരണം നടത്തിയതിനു ശേഷമാണ് ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചപ്പോഴും അതേ രീതിയിൽ ആൻഡ്രൂസ് താഴത്ത് പ്രതികരിക്കുന്നത്. ആ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്.